ഹലോ കൂട്ടുകാരെ, ഞാൻ ഓട്സിൻ്റെ ദോശയുടെ റെസിപ്പി ഇട്ടപ്പോളേ കുറച്ച് പേരൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു ഓട്സിൻ്റെ ചപ്പാത്തിയുടെ വീഡിയോ ഇടാവുമെന്ന്. അപ്പോൾ അതാ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ഓട്സ് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഓട്സ് ചപ്പാത്തി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇതുപോലുള്ള ഓട്സ് ഉണ്ടല്ലോ, ഇത് പൊടിച്ചെടുക്കണം കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുത്താൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓട്സിൻ്റെ പൊടി തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ഓട്സിൻ്റെ പൊടി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ആ ഓട്സ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നല്ലതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഓട്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഓട്സിന് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഓട്സ് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓട്സ് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഓട്സ് പൊടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ വെള്ളമൊക്കെ വറ്റി ഓട്സ് നല്ലതുപോലെ ഈ ഒരു പരുവത്തിലാവുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എടുക്കാൻ, ഇല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവുക. അതിനുശേഷം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഒത്തിരി തണുത്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് തണുക്കാവുന്ന സമയത്ത് നമുക്കിതുപോലെ കൈ കൊണ്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കുക. അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ചതിന് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ വെച്ചാൽ മതി കേട്ടോ, നമ്മൾ ചപ്പാത്തിയൊക്കെ വയ്ക്കുന്ന പോലെ. അതിനുശേഷം ഇത് പരത്തി നമുക്ക് ചുടാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ ചെറിയ ഉരുളകളായിട്ട് എടുക്കാം. എന്തോരം വലിപ്പം വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉരുളകൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയ ചപ്പാത്തിയായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുക്കുക. നമ്മൾ ചപ്പാത്തി പലക എടുക്കുക. ചപ്പാത്തി പലക എടുത്തതിന് ശേഷം ഇതുപോലെ ഓട്സിൻ്റെ പൊടി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓട്സിൻ്റെ പൊടി തൂവി കൊടുത്ത് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ പരത്തി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ഓട്സ് ചപ്പാത്തി ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഈ ഡയറ്റ് എടുക്കുന്നവർക്കും എല്ലാവർക്കും ഈ ഓട്സ് കഞ്ഞി ഒരുപോലെ ഇഷ്ടമായിരിക്കത്തില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ഓട്സ് ദോശയായിട്ടോ ഓട്സ് ചപ്പാത്തിയായിട്ടോ ഒക്കെ ചേർത്ത് കഴിക്കുവാണെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള കറികളുടെ കൂടെ നമുക്കിതൊക്കെ കഴിക്കാം. അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കാനായിട്ടും വളരെ എളുപ്പമാണ് കേട്ടോ. ഒരുപാട് പാടൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ച് ഷേപ്പായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാത്രമൊക്കെ വെച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ കറക്റ്റ് ഷേപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ പാത്രമൊക്കെ വെച്ച് നമ്മൾ ഷേപ്പായിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ചുട്ടെടുക്കാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ ഒക്കെ ചേർത്ത് ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ഒന്നുമല്ല എടുക്കുന്നത്. ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് എണ്ണയൊന്നും ചേർക്കാതെ ഇതുപോലെ വെറുതെ ഒന്ന് ചുട്ടെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ ചപ്പാത്തി കഴിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് ഈ ഓട്സിൻ്റെ ചപ്പാത്തി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വല്ലപ്പോഴും ഒക്കെ മാറ്റി നമുക്ക് കഴിച്ചാലല്ലേ ബോറടിക്കാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.